ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പം മക്കളെ, ഈ ഒരു പലഹാരങ്ങൾ കാണുമ്പോൾ വിചാരിച്ചും ഇതിനൊക്കെ ഒരുപാട് പണി ഉണ്ടാകുന്നത്. പണിയൊന്നുമില്ല കേട്ടോ, കുറഞ്ഞ നേരം കൊണ്ട് ഇതിനിപ്പോൾ ഉള്ളി അരിയെ അതേമാതിരി തന്നെ ഇതിത്തെ ഫില്ലിങ് വേവിക്ക് വാട്ട് വരട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. നല്ല എളുപ്പത്തിലാണ് ഈ ഒരു പലഹാരം. എന്നാലോ എളുപ്പത്തിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ തിന്നാനിത് ഈ ഉണ്ടാക്കണതിനെക്കാട്ടി എളുപ്പത്തിൽ തീറ്റും കഴിയൂട്ടോ. അത്രക്കും നല്ലൊരു പലഹാരമാണ്. അപ്പം അതിനും വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ചോറ്റും ചമ്പട്ടി കണ്ടുകാണ്ട് ഇതെല്ലാം വേണം നിങ്ങൾ വിചാരിച്ചാൽ കേട്ടോ. നമ്മളെ പെരയിൽ ബാക്കി വരുന്ന ചോറ് എടുത്തുകാണ്ട് ഉണ്ടാക്കാം. വെള്ളത്തിട്ട ചോറൊക്കെ പറ്റും. ഇതിപ്പോൾ ചോറ് ബാക്കിയില്ല, അപ്പം എനിക്കിതാണ് ഉണ്ടാക്കും വേണം. കാരണം ഇത് എപ്പോഴും പറയുന്നത് ഉണ്ടാക്കണം വെച്ചെന്ന്. അപ്പം ഞാൻ വെന്ത ചോറ്, പുതിയ ഫ്രഷ് ചോറ് എടുത്തുകാണ്ട് ഒരു 1.5 ഗ്ലാസ് ചോറ് എടുത്തുകാണ്ട് അതിക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം പാർന്നാണ്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നാണ്ട് ഒരു പാത്രത്തേക്കാണ് പാർന്നിട്ടുണ്ടാ. പിന്നെ അതേമാതിരി ഒരു പാത്രം എടുത്തുകാണ്ട് അതിക്ക് ലേശം ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ അതേമാതിരി ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്തുകാണ്ട് അത് രണ്ടും കൂടി നല്ലോണം നിങ്ങളുടെ ഇളക്കി റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കണേ. ഫില്ലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമുക്കൊരു ഉള്ളി അരിഞ്ഞ നേരം കൊണ്ട് ഫില്ലിങ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ തേങ്ങയും പഞ്ചസാരയും വെച്ച് കണ്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പം തേങ്ങ വാട്ട് വരട്ട് വറക്ക് ഒന്നും വേണ്ട, നെയ്യിലൊന്നും ശരിയാക്കണ്ട. പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അമ്മാതിരി സാധനങ്ങളൊന്നും വേണ്ട. എന്നാലോ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ്. പക്ഷെ നിങ്ങൾ ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വേണ്ട വിചാരിച്ചാണ്ട് ഏലക്കായൻ്റെ പൊടി ഒഴിവാക്കരുത് കേട്ടോ. അതാണ് ഇതിലേക്ക് ഏറ്റവും രസം കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ഇത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിക്കാണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു എളുപ്പത്തിൽ ഫില്ലിങ് ആയില്ലേ, നല്ല രസമായിട്ടത് ഉണ്ടാക്കി തിന്നാൻ. അപ്പം ഞാൻ ആ ചോറ് അരച്ചിതിക്ക് പാർന്ന് വെച്ചില്ലേ, ഇനി ഇതിക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ടുകാണ്ട് ഉണ്ടാക്കണ പലഹാരമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഏതൊരു മധുരട്ട് ഉണ്ടാക്കണ പലഹാരമാണെങ്കിലും അതിക്ക് ലേശം ഉപ്പ് ആവശ്യമാണ് കേട്ടോ. പക്ഷെ നമ്മൾ കറി കൂട്ടി തിന്നണേയും അതേപോലെ തന്നെ മുളകും എരിവൊക്കെ കൂടി ഉണ്ടാക്കണ പലഹാരമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പാണം. ഇതിലേക്ക് പിന്നെ ലേശം ഒരു പിഞ്ച് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കഴിഞ്ഞപ്പോൾ നെയ്യ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നെയ്യ് പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ ഇത് ഉണ്ടാക്കണ ഒരു ഡോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണേ. പിന്നെ ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 5 ഗ്ലാസ് മൈദയാണ്. ഇനിയിപ്പോൾ മൈദ ഇല്ല വിചാരിച്ചാൽ നിങ്ങൾ ആരും ബേജാറാണ്, ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മൈദ ആയതുകൊണ്ട് മാത്രം മൈദ ഈ ചോറും കൂടി ചേരുമ്പോഴേ നല്ലൊരു രസമാണ്. കാര്യങ്ങൾ ഒറ്റവട്ടം ഉണ്ടാക്കി തിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഗോതമ്പ് പൊടി ഒട്ടും പിന്നിലല്ല കേട്ടോ. പിന്നെ ഹെൽത്തൊക്കെ ആയിട്ട് ഹെൽത്തിയായ പലഹാരമൊക്കെ നോക്കുമ്പോൾ ഗോതമ്പ് പൊടി തന്നെയാണ്. പക്ഷെ മൈദ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്ന് വിചാരിച്ചാണ് ഒരു കുഴപ്പം പറ്റില്ല. ചിലവർക്ക് പിന്നെ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് അതേപോലെ തന്നെ മൈദ പൊറോട്ട പൂരി അതന്നെ തിന്നുന്ന പണിയാണ് കാരണം നല്ല ടേസ്റ്റാണല്ലോ അതൊക്കെ തിന്നാൻ. നമ്മൾ തൊള്ളയ്ക്ക് ടേസ്റ്റ് നോക്കി വരുമ്പോൾ തന്നെ നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഒരുവിധ സാധനങ്ങളൊക്കെ. പക്ഷേ ഈ ചോറും ഇതും വെച്ച് കാണുള്ള ഈ ഒരു പലഹാരം എത്ര തിന്നാലും പോതി തീരില്ല. എന്നാലും അതിനാലും നിങ്ങൾക്ക് വല്ല ഒരു കേടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിക്ക് ഒരുവിധം വേണ്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പക്കാരം അതേപോലെ തന്നെ ഇപ്പോൾ പല ഫുഡിനും പല ജാതി സാധനങ്ങളുണ്ടല്ലോ, കളറ് അങ്ങോട്ട് ഇങ്ങോട്ട് അതൊന്നും ഇതിക്ക് ചേർക്കണില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് നല്ലോണം കുഴച്ചെന്തിക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ആ ഒരു വറ്റന്നെ മതിയാവും, വറ്റരച്ച ആ ഒരു ഇതന്നെ മതി. പിന്നെ വേഗം സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് ലേശം കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ കൈമൽ ഒട്ടി പിടിച്ചാലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ലേശം കൈമൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ പരറ്റിക്കാണ്ട് ഒന്നും കൂടി ഉരുട്ടിക്കാണ്ട് ഇതേമാതിരി കൗണ്ടർ ടോപ്പുമ്മൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു പാമ്പിച്ചയാക്കിയാണ്ട് എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വണ്ണം വലുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന എങ്ങനെ എനിക്കറിയില്ല. ഏതായാലും നമ്മളെ കോയിലുമ്മ പരത്തുന്ന പത്തിരി ഉണ്ടാവുമല്ലോ, ആ ഒരു കണക്കിലുള്ള വട്ടം മതിട്ടാ. ഒരുപാട് കട്ടിയോ കാനൊന്നും വേണ്ട, നമുക്ക് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കാനാണിത്. അപ്പോൾ ഇത് പ്രസ്സുമ്മൽ വെച്ച് നിങ്ങൾ പരത്തരുത് കേട്ടോ. പ്രസ്സുമ്മൽ വെച്ച് പരത്തിയാൽ എന്താ വെച്ചാൽ നമ്മൾ പലയിടത്തും പല കട്ടിയാവും. പിന്നെ നമുക്ക് ദീപമൊക്കെ എന്തായാലും പലമപ്പൊടി അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ മൈദല്ലേ വേഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൈദ ഒക്കെ കൂട്ടിയാണ്ട് പരത്തുമ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് ഈ കോയിലാണ് കേട്ടോ. കോയിലും പലകയും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം വെള്ളമൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയാലും നല്ല പത്തിരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ അതാ ഞാൻ മുഴുവനും പരത്തി കേട്ടോ, ഏകദേശം 10-30 പത്തിരിയോളം പരത്തിക്കണ്. അപ്പം കണ്ടു നോക്കിയാണെങ്കിൽ നല്ലൊരു മാലൊക്കെ നമ്മൾ ഉണ്ടാക്കി, എന്തോ ഒരു എളുപ്പത്തിലാണ് മാല ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരു മിക്സിൻ്റെ ജാറിനെ മൂടിയിട്ട് കാണ്ട് ഇതേമാതിരി എന്ത് ചെയ്ത് ഒന്നാണ്ട് ഇതാക്കിയപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പപ്പടം പോലത്തുള്ള വട്ടത്തിലുള്ള പത്തിരി കിട്ടുകയും ചെയ്ത് പോരാത്തതിന് നമുക്ക് എന്താണ് ഒരു മാലയും കിട്ടിയിട്ട. മാല ഇനിയെല്ലാം മാല തന്നെയാണ്. കാരണം മാല കണ്ടാൽ കൗത്തിലിടാനൊക്കെ തോന്നും. ഒരു 5 പവൻ്റെ മാലകളൊക്കെ കട്ടിങ്ങാനൊക്കെ ഉണ്ട്. ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ ഞാനേ ആ ഒരു പത്തിരി ഇങ്ങോട്ട് എടുത്തുകാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തുകാണ്ട് ഇതേമാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് മേലക്കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിൻ്റെ വിരലുകൊണ്ട് തന്നെ ഇതേമാതിരി തുഞ്ചം കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തോളിട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പോരാ, നല്ലൊരു ചൊർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പണി അറിഞ്ഞാൽ നല്ല ഡിസൈന് കിട്ടുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഈ ഫോർക്ക് ഉണ്ടല്ലോ, നമ്മൾ കുട്ടികൾ നൂഡിൽസൊക്കെ തിന്നാൻ വേണ്ടി ഇരിക്കണം. ഇവിടെ ഇത് നൂഡിൽസ് തിന്നാൻ ഫോർക്ക് തന്നെ എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് പറയാണ്, നിങ്ങളെ കുട്ടികളൊക്കെ എന്താ അവസ്ഥ എനിക്കറിയില്ല. ഏതായാലും കൊടുക്കാൻ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തോ ഒരു ചൊർക്കാണ് ഇത് കാണാൻ, നല്ല ചൊർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ട് കാണ്ട് കാട്ടിത്തരാം. ഇതിട്ട് കാണ്ട് കാട്ടുന്നതിനേക്കാളും നല്ലതായി കാണ്ട് എനിക്ക് എളുപ്പം ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ പരത്തി കാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ മുറിച്ച് പോകണമെന്നൊന്നുമില്ല, മുറിച്ചാതെ ഇനിയിപ്പോൾ പത്തിരി കുറച്ച് വേണം പോകണമെങ്കിലും ഇത് നമുക്ക് മുറിച്ചാതെ തന്നെ ഇത് ഫില്ലിങ് വെച്ച് കാണ്ട് ആണ് മടക്കിയാന്ന് ഉണ്ടാക്കട്ടാ. അപ്പം ഞാൻ ഈ അച്ചൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അച്ചിലിട്ട് കാണ്ടുള്ളത് നോക്കിയാൽ ഒരു കുട്ടിത്തള്ളനോ ആയിരില്ലേ. പക്ഷെ ഇത് വലിപ്പമില്ല കേട്ടോ, വല്ലാതൊരു വലിപ്പമില്ല. പിന്നെന്ന് പറഞ്ഞാൽ മറ്റേൻ്റെ ആ ഒരു ചൊറുക്കില്ല. അപ്പം മറ്റേതാണ് ചൊർക്ക് കാണാൻ, പക്ഷെ എളുപ്പം മറ്റേ തന്നെയാണ്. കാരണം ഈ ഒരു അച്ചിക്കിട് ഇതാക്കി ഒന്നും വേണ്ടല്ലോ, നല്ല എളുപ്പമാണ്. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ ഒരുപാട് വേസ്റ്റ് പോകുന്നത്, പിന്നെ അതും വേണം കുഴച്ച് പരത്താനൊക്കെ നിൽക്കുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെറിയ വട്ടെടുക്കുക, ചെറുതാക്കി പരത്തുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ മുറിച്ചാലും ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ മുറിച്ചേണ്ട ആവശ്യത്തിൽ വരില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കൊണ്ടുവയ്ക്കാൻ ഇതാ കുറേ ഞാൻ ഇതേമാതിരി ഫില്ലിംഗ് ഒക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിരുന്നത് പല രീതിയിൽ 2-3 തരത്തിലുണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ്ങൊക്കെ അവസാനിച്ച്, അതുപോലെ തന്നെ നമ്മളെ പത്തിരിയൊക്കെ പരത്തൽ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടേനി, അതൊക്കെ ഞാൻ പരത്തി ഇതേമാതിരിയാക്കി. പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഒരു 2 കൂടി ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ആ 2 ഞാൻ ഇപ്പോൾ പരത്താത്ത അതിക്ക് ഫില്ലിങ് ഇല്ലേ. ഇനിയിപ്പോൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ഇതാക്കുകയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ചിട്ടും വേണം, ചിരണ്ടിയിട്ടൊക്കെ വേണം, അതിനിട്ട് നേരവും ഇല്ല. അതാണെങ്കിൽ 2 മണിയാകുമ്പോൾ നിങ്ങളടുത്തേക്ക് വീഡിയോ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാന്നല്ലാതെ എന്തെങ്കിലും ആയിട്ട് ആ 2 മണിയാണ് കഴിയാണ്. അതുവരെ ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും വീഡിയോ എടുക്കണമെന്ന് കരുതുന്നല്ലാതെ, പക്ഷെ എങ്ങനെ ആയാലും എടുത്ത് വരുമ്പോൾ തന്നെ അത് 2 മണി ആയിട്ടും ഇങ്ങൾക്ക് ഞാൻ മുന്നേക്ക് അത് എത്തിച്ചാൻ്റെ കഴിയണമില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ അവസ്ഥ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ലേ, നേരത്തിനായിനി. കാലം പഴക്കം കൂടുന്നോളും വയസ്സ് കൂടില്ല, അതിട്ടേക്കും ആദ്യത്തെ ആ ഒരു ഇതൊന്നും കിട്ടണില്ല, സമയം കിട്ടണില്ല, അതാണ്. അപ്പോൾ ഇതായിരുന്നു നോക്കിയാണെ നമ്മളെ പരത്തലൊക്കെ കഴിഞ്ഞ് ഇനി ചെറിയ ഒരു ഉണ്ടിന് കേട്ടോ, അതൊന്നും ഇങ്ങനെ അങ്ങോട്ട് എന്താണ് പത്തിരി ആക്കിയാണ്ട് പരത്തി ചൂട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഫില്ലിങ് ഇല്ല, ഇനിയിപ്പോൾ അതിനാവില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതൊന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. നമുക്ക് 1.5 ഗ്ലാസ് പൊടി ചോറ് കൊണ്ട് എത്ര കിട്ടുന്നത്? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 ഉണ്ട് കേട്ടോ. കുറച്ചൊന്നും അപ്പുറത്തുണ്ട്, 27 പത്തിരി ഉണ്ട്, 27 ഉണ്ട്. അപ്പം ഇനി ഒരു 3 മാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ 3 തോന്നുന്നു ഉണ്ടാക്കാം. പക്ഷേ സംഭവത്തിൽ അതിനുള്ള ഫില്ലിങ് ഇല്ല. അപ്പോൾ ഒരു 30 1.5 ഗ്ലാസ് ചോറും 5 ഗ്ലാസ് മൈദയും വെച്ചാൽ ഒരു 30 നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു പൂവടല്ല, ഇതിങ്ങനെ ഒരു പലഹാരമാണ്. പൂവട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പലരും ഇതിന് പല പേരും പറയും. ചിലവർ ഇതിന് പൂവട എന്ന് പറയും, ചിലവർ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ പൊരി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒന്നിന് 15 റുപ്യ, ചിലയിടത്ത് 13, ചിലയിടത്ത് 15 ഒക്കെ വില ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 30 ഉണ്ടാക്കുമ്പോൾ എത്ര ആയില്ലേ? 25 ആണെങ്കിലും എത്ര. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇതിന് വന്നിട്ടില്ല. ഏകദേശം ഒരു തേങ്ങൻ്റെ അടുത്ത് കണ്ടോ, ഒരു മുറി തന്നെ ഉള്ളൂ, വലിയൊരു മുറി തേങ്ങയാണ്. അപ്പോൾ ആ ഒരു മുറി തേങ്ങയും
പിന്നെ അതേമാതിരി തന്നെ എന്താണ് ലേശം പഞ്ചസാരയും ലേശം ചോറും മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് ഇത്രയും പലഹാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങും വേണ്ട, ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി ഒന്ന് ഇതൊക്കെ തിന്നിട്ട് എടുക്കാൻ മക്കളെ നമുക്കത് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു വരുമ്പോഴത്തേനും അത് പിന്നെ വാങ്ങാൻ നമുക്ക് തോന്നൂലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഹെൽത്ത് എങ്ങനെ എണ്ണയിലിട്ട് കോരില്ലേന്ന്. എണ്ണയിലിട്ട് പൊരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലങ്ങനെ എണ്ണ കുടിച്ച് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ അത് പൊരിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് ക്രിസ്പി ആവുന്നുണ്ട്, വേഗം വേഗം കഴിയണമുണ്ട് കേട്ടോ. അതിനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേവേണ്ട ഒരു സാധനം ഇത് ഇട്ടിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ആവും ചെയ്യും. നമ്മളിപ്പോൾ ഔത്തത്തെ ഫില്ലിങ് വേവാനും വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് ഇതാക്കണത്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ഒരുവിധം ചുടലൊക്കെ കഴിഞ്ഞു തുടങ്ങിയേക്കണം കേട്ടോ. ഇതൊക്കെയാണ് കുറേ ചുട്ടുകണം. ഇത്ര തോനുണ്ട്, പത്തിരുത്തേണ്ണല്ലേ. പത്തിരുത്തേണ്ണ ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഒരു പത്തിരി ചൂടാൻ നേരം കൂടി ഇതൊന്നും ആവാൻ ഇല്ല. പിന്നെ ആണെങ്കിൽ ഒരു 4 5 നമ്മൾ പരന്ന ചട്ടിയിലിട്ട് വേവിച്ചു കൂടിട്ടോ. പരന്ന ചട്ടിയിലിട്ട് വേവിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തോനീച്ചിടാം. അപ്പം ഞാനും ഒരു പരന്ന ചട്ടി തന്നെ, പിന്നെ ഓയിൽ കുറഞ്ഞ ഓയിലിട്ടോ പാർന്നിട്ടുള്ളൂ. കണ്ടാണ് ഒരു ഇത്തിരി ഓയിൽ ആ ചട്ടിക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. പക്ഷെ ഓയിൽ ഇത്രയും മതി, കാരണം മറിച്ചിട്ട് ഞെരിച്ചിട്ടൊക്കെ അല്ലേ. നമ്മളെ നെയ്യപ്പം പോലെ മുന്നേ പൊരിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം ഞാനിപ്പോൾ നോക്കിയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത്ര ഒന്നും ഇവിടെ വേണ്ട, നമുക്ക് തറവാട്ടിക്കൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയതാണ്. കാരണം ഇത് നല്ല രസമുള്ള പലഹാരമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാനൊരു പൂതിയാണല്ലോ. രസമില്ലാഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പൂതി ഉണ്ടാവില്ല. രസമില്ലാത്ത പിന്നെ യൂട്യൂബിൽ തന്നെ വിടില്ല കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നണം, നല്ല ഈസി തോന്നണം വീഡിയോ മാത്രമേ ഞാൻ എടുക്കലുള്ളൂ ഫുഡിൻ്റെ. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നുകയാണ് ഞാനത് മറ്റുള്ളവർക്കും കൂടി എത്തിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓലുണ്ടാക്കും, പക്ഷെ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും, എന്തെങ്കിലുമൊക്കെ അതിന് കുറേ ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ചുട്ട് ഒരുവിധമായിരുന്നു കേട്ടോ. കുറേ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുവിധം ചൂടാറിക്കണേ. എന്താ പറഞ്ഞാൽ ഓട്ടപാത്രത്തിൽ നിന്നേ ഈ ഇങ്ങോട്ട് കോരിയിടാൻ അതിൽ കൊള്ളുന്നില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ചുട്ടുകാണ്ട് നേരെ ഈ ഒരു പാത്രത്തിൽ ഇട്ടാൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീൽ പാത്രം പോലെ അല്ലല്ലോ, പ്ലാസ്റ്റിക് അല്ല ഇട്ടത് പച്ച, എന്നാലും ഒരു വേറൊരു ചേലാണ്. അപ്പോൾ ഞാൻ ചൂടാറിയതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ചേരിയാണ്. പിന്നെ ചൂടാറിയത് ചെരിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാത്രത്തിൽ ചൂടുള്ള തട്ടി എന്നുള്ള പ്രശ്നമില്ല. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങളോട് പറയാൻ പെട്ടെന്ന് കഴിഞ്ഞേന്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഒരു 3 എണ്ണത്തിനുള്ള മാവുണ്ടെന്ന്, അതുകൊണ്ട് അതാണ് പരത്തിക്കാൻ ഞാൻ ഭൂരിയാക്കുകയാണ് കേട്ടോ. കാരണം ഇതിന്മേൽ പഞ്ചസാര ഒന്നും ആയിട്ടില്ലല്ലോ, പഞ്ചസാരയൊക്കെ വേറെയല്ല. അപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ നല്ല ഇറച്ചിക്കറിയൊക്കെ കൂട്ടി തിന്നാൽ നല്ല രസമാണ്. നല്ല പൊള്ളിയും തേച്ചത് ചെയ്ത് കേട്ടോ ഇതിനുള്ളിൽ. പക്ഷെ ഇത് കുറച്ചൊരു കട്ടിയിലാണ് ഞാൻ പരത്തിക്കണത്. നല്ല പൊള്ളച്ചങ്ങോട്ട് വന്നു. ഞാൻ വിചാരിച്ചു നമ്മളൊരു പൂരി ഉണ്ടാക്കാൻ ഇത്ര പൊന്തൂലാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മുഴുവനും ഇതാക്കി അത്യാവശ്യം കണ്ടില്ല, കാണാൻ തന്നെ എന്തോ ഒരു ചൊർക്ക്. ഇതിന് വലിയൊരു ചിലവില്ലാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചോറൊക്കെ കൂട്ടിയാണ് ഉണ്ടാക്കണം, അതിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഈ ചോറ് കൂട്ടിക്കാണ്ട് ചോറ് വെക്കണ അരിൻ്റെ ചോറുണ്ടല്ലോ, ആ ചോറ് കൂട്ടിക്കഴിഞ്ഞാൽ ഏതൊരു പലഹാരം വമ്പൻ ടേസ്റ്റാണ് കാരണം. അപ്പോൾ ഇനി ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനുള്ളിൽ ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് തന്നെയാണ്, പുറംഭാഗത്തെ ഇതും നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുറിച്ച് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒറ്റ കടിയാണ് കടിച്ചാണ്ടല്ലോ, നല്ല ചൂടുള്ള മധുരമില്ലാത്ത ചായൻ്റെ കൂടാണ്ട് കടിച്ചണം, അപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. കാരണം അത്രക്കൊരു ടേസ്റ്റാണേ, അത്രക്കും ടേസ്റ്റ് വെച്ചാൽ അത്രക്കും ടേസ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ അവർക്ക് കിട്ടുള്ളൂ. കടയിലൊക്കെ പോയിട്ട് പുറത്ത് പോയി കഴിക്കണ പോലെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലെ ഫുഡ് ഇഷ്ടപ്പെടാത്ത പോലെ ആരും ഉണ്ടാവില്ല, കുട്ടികളായാലും വലിയവരൊക്കെ ആണെങ്കിലും. അപ്പം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഞാൻ ആ പത്തിരി മുറിച്ചിക്കാണ്ടേക്ക് നോക്കിയാൽ ഇറച്ചി കൂട്ടിയാണ്ട് നല്ല വരട്ടി ഇറച്ചി ഉണ്ട് കേട്ടോ. അത് കൂട്ടിയാണ് കടിച്ചാണ്ടല്ലോ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാട്ടെ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്താലിട്ടാ. സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ പോകുന്നുള്ള ബേജാറൊന്നും നിങ്ങളാണ്ട, ഒരു പൈസയും അത് പോവില്ല. അതേപോലെ തന്നെ ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈക്ക് ആണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. ആരൊരു വീഡിയോ കണ്ടാലും ലൈക്ക് ഉണ്ടോ നോക്കും. അതുപോലെ തന്നെ ഞാനും എൻ്റെ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടിയെന്ന് ഇങ്ങനെ നോക്കൂട്ടാ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈക്ക് അത്രക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടാൽ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.